അനുഭവത്തോട് നിങ്ങൾ ചിലപ്പോഴൊക്കെ ശാന്തമായും മറ്റു ചിലപ്പോൾ പ്രക്ഷുബ്ധമായും പ്രതികരിക്കാറുണ്ടോ? അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അത് പറയുന്നത് ഇങ്ങനെയാണ്: ദ റോൾ ഓഫ് കോർട്ടെക്സ് enables conscious and intelligent human responses. പ്രായോഗിക അവബോധം എന്നുള്ള അധ്യായത്തിൽ ഇന്ന് കോർട്ടെക്സിന്റെ പങ്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കോർട്ടെക്സ് എന്താണ് ചെയ്യുന്നത്? ബോധപൂർവ്വ തീരുമാനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു? കോർട്ടെക്സ് എന്തുകൊണ്ട് പ്രധാനമാണ്? ഈ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഒരേ അനുഭവം. ഇപ്പൊ ഒരു കുഞ്ഞിനെ നമ്മൾ എടുക്കുന്നു. കുഞ്ഞിനെ എടുക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ വാത്സല്യം ഉണ്ടാവുകയാണ് വേണ്ടത്. പക്ഷെ ചില സമയത്ത് കുഞ്ഞിനെ എടുക്കുന്ന സമയത്ത് നമുക്ക് ചില പ്രത്യേക രീതിയിലുള്ള ദേഷ്യം, ഈർഷ്യമൊക്കെ ഉണ്ടാവും. നമ്മുടെ കുഞ്ഞ് തന്നെ ആയിരിക്കും, അതിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ എങ്കിലും നമുക്ക് അങ്ങനെ പ്രതികരിക്കാൻ ചില സമയത്ത് തോന്നും. കുഞ്ഞിനോട് അല്ലെങ്കിൽ നമ്മുടെ ഇടയോട് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരോട് നമുക്ക് ചില സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ തോന്നും. ചില സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, വളരെ ആയിട്ടായിരിക്കും നമ്മൾ പെരുമാറുക. എന്താണ് അതിന്റെ കാരണം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോ കോർട്ടെക്സ് എന്താണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളുണ്ടല്ലോ. ഈ അനുഭവങ്ങൾ എന്ന് പറയുന്നത് സന്ദർഭങ്ങളായിട്ടും സംഭവങ്ങളായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വരിക, അല്ലെ? സന്ദർഭങ്ങളും സംഭവങ്ങളുടെയും രൂപത്തിലാണ് പ്രകൃതി അല്ലെങ്കിൽ ബാഹ്യ വ്യവസ്ഥ അല്ലെങ്കിൽ പരിസ്ഥിതി നമ്മളോട് സംവദിക്കുന്നത്. അത് സംവേദനമാണ്, നമ്മളോടുള്ള സംവേദനമാണത്. ആ സംവേദനം എന്താണ് എന്നുള്ളതിന്റെ അർത്ഥം നൽകല് കോർട്ടെക്സ് ആണ് നൽകുന്നത്. ആ സന്ദർഭം നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, അതിനോട് നമ്മൾ എങ്ങനെയാണ് പ്രതിനില കൊള്ളേണ്ടത് എന്ന കാര്യം കോർട്ടെക്സ് ആണ് പറയുന്നത്. അതായത് എന്താണ് ഈ സന്ദർഭം നമ്മളോട് ആവശ്യപ്പെട്ടത് എന്നുള്ളതിന് അർത്ഥം നൽകല് കോർട്ടെക്സ് ആണ് ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങൾ നമ്മുടെ അകത്തേക്ക് ഇൻഫർമേഷൻ നൽകി അതിനെ വ്യാഖ്യാനിക്കാൻ. ആ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? അനുഭവങ്ങളെ പ്രോസസ് ചെയ്തിട്ടാണ്. ഈ നമുക്ക് വരുന്ന അനുഭവങ്ങൾ, അതിന്റെ ഇന്റൻസിറ്റി, അതിന്റെ ഡിറക്ഷൻ, ഇങ്ങനെ കുറേയേറെ പാരാമീറ്റേഴ്സ് അതിനകത്തുണ്ടാവും. ഇവയെല്ലാം പ്രോസസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇന്ദ്രിയങ്ങളുടെ വിവരങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. എന്നിട്ട് ഈ അകത്തുള്ള കാര്യങ്ങളുണ്ടല്ലോ, അകത്തുള്ള കാര്യങ്ങളെ, അതായത് നമ്മുടെ ഓർമ്മ തുടങ്ങിയ കാര്യങ്ങളെ എല്ലാം എടുത്തിട്ട് പ്രോസസ് ചെയ്തിട്ട് ബോധപൂർവമായിട്ടുള്ള ഒരു പിന്തുണ നൽകും. ബോധപൂർവമായിട്ടുള്ള പിന്തുണ എന്ന് വെച്ചെന്താണ്? കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ സമയത്ത് ആ തൽക്ഷണത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് നിലനിർത്തിക്കൊണ്ട്, ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അവയർനെസ് നിലനിർത്തിക്കൊണ്ട് പ്രതികരിക്കുക എന്നുള്ളതാണ് കോർട്ടെക്സ് ചെയ്യുന്നത്. ഈ അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന തിരിച്ചറിവ്, അതിനെ രൂപപ്പെടുത്തൽ കോർട്ടെക്സിന്റെ പണിയാണ്. കോർട്ടെക്സ് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കും, അതിന് ശേഷിയുള്ളതാണ്. പക്ഷെ കോർട്ടെക്സിനെ നമ്മൾ തെറ്റായി പരുവപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ജീവിതശീലങ്ങൾ കൊണ്ട് മറ്റേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ തെറ്റായി പരുവപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ആ രൂപത്തിൽ പ്രതികരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ പലപ്പോഴും പല വിധത്തിലായിത്തീരുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണ് പരിസ്ഥിതിയോട് ഇടപെടേണ്ടത്, ആ രീതിയിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ഇടപെടാൻ തോന്നുന്നത് കോർട്ടെക്സ് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ കോർട്ടെക്സിന് ഒരു ചീത്തയായ അല്ലെങ്കിൽ തെറ്റായ പ്രവർത്തനങ്ങളുടെ ഒരു അടിഞ്ഞുകൂടൽ അവിടെ ഉണ്ടാവും. അതിനെ ചെത്തി മിനുക്കിയെടുക്കുക എന്നുള്ളതാണ് കോർട്ടെക്സിനെ കാർവ് ചെയ്യുക എന്ന് പറയുന്നത്. കോർട്ടെക്സിനെ ഷേപ്പ് ചെയ്തെടുക്കുക, കോർട്ടെക്സിനെ അതിന്റെ ശരിയായ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത്. അപ്പൊ ഈ കോർട്ടെക്സ് ആണ് നമ്മളെ ചിന്തിക്കാനും വിലയിരുത്താനും സഹായിക്കുന്നത്. അവിടെ യുക്തിചിന്ത എന്നൊരു കാര്യമുണ്ട്. യുക്തിചിന്ത എന്നാൽ എന്താണ്? അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ നിന്നുകൊണ്ട് ഇതിനെ കാണുക. ഇവിടെ നിന്നുകൊണ്ട് മാത്രമല്ല, അതിന്റെ മറ്റു വശങ്ങളിൽ നിന്ന് കാണുക എന്നുള്ളത്. അതിന് അതേപോലെ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കാര്യത്തെ ബോധ്യപ്പെടണമെങ്കിൽ അതിൽ നിന്ന് മാറി നിന്ന് അതിനെ കാണുക എന്നുള്ളത്
ആ വസ്തുവിനെ അല്ലെങ്കിൽ വസ്തുതയെ വ്യക്തമായി മനസ്സിലാക്കാൻ, കൂടുതൽ ഡയമെൻഷനിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ആ അർത്ഥത്തിൽ യുക്തിചിന്ത വളരെ ഗുണകരമാണ്. ഒരു കാര്യത്തെ വിശകലനം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഗുണകരമാണ്. അതുകൊണ്ട് താരതമ്യം ചെയ്യാൻ കഴിയും, നമുക്ക് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും, അതിനെ ജഡ്ജ് ചെയ്യാൻ കഴിയും. ഇതേ സാധനം മറ്റൊരു വശമുണ്ട് ഇതിന്. യുക്തിചിന്ത കൊണ്ട് നമ്മൾ ഇതിനെ മാറി നിന്ന് നോക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള അനുഭവം, അതിന്റെ അകത്ത് ലീനമായിരിക്കുന്ന ആ ഒറിജിനൽ ആയിട്ടുള്ള സ്റ്റേറ്റ് എന്താണെന്നുള്ളത് വിട്ടുപോവുകയും ചെയ്യും. വിശകലനം ചെയ്യുന്ന സമയത്ത് അതിന്റെ ഏകീകൃത ഭാവം നഷ്ടപ്പെടും. താരതമ്യം ചെയ്യുന്ന സമയത്ത് ഇതെന്തെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി നഷ്ടമാവും. വിലയിരുത്തുന്ന സമയത്ത് ഇതിന്റെ ലീനമൂല്യത്തെ കാണാതെയാവും. കാരണം വിലയിരുത്തൽ നടക്കുന്നത് ഈ വിലയിരുത്തൽ നടത്തുന്ന ബുദ്ധി ഏതാണോ ആ ബുദ്ധിയുടെ തലത്തിൽ നിന്നാണ് ഇതിനെ വിലയിടുക. ലീനമൂല്യത്തെ കാണാതെ പോകും. ഓരോന്നിനും അകത്ത് അതിൻ്റെതായിട്ടുള്ള ലീനമൂല്യമുണ്ട്. അത് നിങ്ങൾ DP കോളേജിൽ പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും എന്താണ് ഇൻട്രൻസിക് വാല്യൂ എന്നുള്ളത്. ആ ലീനമൂല്യത്തെ മനസ്സിലാക്കാതെ പോകും. നമ്മൾ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് അതെന്താണ് ഇപ്പോൾ എന്നുള്ളതിന് പകരം നമ്മൾ വേറൊരു അനുമാനം ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു നെഗറ്റീവ് സൈഡ് അതിനകത്തുണ്ട്. പക്ഷെ ഇതിന്റെ പോസിറ്റീവ് സൈഡ് ഉണ്ടല്ലോ. അതായത് ഇത് ശുഭകരമായിട്ടോ അശുഭകരമായിട്ടോ ഉപയോഗിക്കാൻ കോർട്ടെക്സിന് കഴിയും. അപ്പൊ അത് ശുഭകരമായിട്ട് ഉപയോഗിക്കുന്നത് വഴിയാണ് നമുക്ക് വിവേചിച്ചറിയാനുള്ള ബുദ്ധി. ഈ വിവേചനം എന്നുള്ള ജാതി വിവേചനം, വർണ്ണ വിവേചനം എന്ന് പറയുന്ന ആ രൂപത്തിലേക്ക് പോയാലോ അത് നെഗറ്റീവാണ്. നെല്ലും പതിരും വേർതിരിക്കുക, നല്ലതും ചീത്തയും തിരിച്ചറിയുക, ശരിയും തെറ്റും തിരിച്ചറിയുക എന്ന് പറയുന്നത് വിവേചനമാണ്. ആ വിവേചന ശേഷി, വിവേചന നിർണയം എന്ന് പറയുന്നത് ശുഭകരമായ കാര്യമാണ്. പക്ഷെ അതേ ശേഷി തന്നെ നമുക്ക് നെഗറ്റീവായിട്ട് ഉപയോഗിക്കാനും പറ്റും. അത് ഉപയോഗിക്കുന്ന രീതിയാണ് സമൂഹം നമുക്ക് ചെറിയ കാലം മുതൽ നൽകിയിട്ടുള്ള വിദ്യാഭ്യാസം, സംസ്കാരം, തൊഴിൽ, പിന്നെ അതുപോലെ തന്നെ പണം, കൺസ്യൂമറിസം, മത്സരം തുടങ്ങിയ കാര്യങ്ങളിലൂടെ നമ്മൾ ജീവിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ കോർട്ടെക്സിന്റെ ഈ ഒരു ഗുണമെല്ലാം, ഈ യുക്തിചിന്തയും വിശകലനം, താരതമ്യം, വിലയിരുത്തൽ, ജഡ്ജ് ചെയ്യാനുള്ള ശേഷി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ശീലിച്ചു വശമായിട്ടുണ്ട്. അതിനെ ചെത്തിയെടുത്ത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് നമ്മൾ കോർട്ടെക് ആർട്ട് പ്രാക്ടീസിലൂടെ ചെയ്യുന്നത്. അപ്പോ അവിടെ ഈ ജഡ്ജ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കാര്യത്തെ യുക്തിവിചാരം ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ അതിനോട് ചേർന്ന് നിന്നുള്ള ഒരു വിചാരം നമുക്ക് നഷ്ടമാകുന്നുണ്ട്. നമ്മൾ ഒരു അനുഭവം ഉണ്ടാകുന്നു. അനുഭവം ഉണ്ടാകുന്നത് ആർക്കാണ്? നമുക്കാണ്. നമുക്ക് അനുഭവം ഉണ്ടാകുമ്പോൾ അനുഭവത്തിലും നമ്മിലും നിന്നുകൊണ്ടുള്ള ഒരു ബോധപൂർണമായ ഒരു ബോധ്യപ്പെടൽ ആവശ്യമാണ്, അല്ലെ? യുക്തിവിചാരം ചെയ്യുമ്പോഴോ അതിൽ നിന്നും മാറി നിന്നുകൊണ്ടാണ് അത് നിരീക്ഷിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഒരു അനുഭവം, വെളിയിൽ നിന്നും ഒരു സന്ദർഭം വന്നു, ഒരു സാഹചര്യം വന്നു, അപ്പോൾ അതിനനുസരിച്ച് പ്രതിനില കൊള്ളുവാനുള്ള തീരുമാനമെടുത്താലേ കർമ്മേന്ദ്രിയങ്ങൾ വഴി നടപ്പിലാക്കാൻ കഴിയും. പക്ഷെ ആ തീരുമാനമെടുക്കണമെങ്കിൽ നമ്മൾ യുക്തി വിചാരം ചെയ്യണം. യുക്തി വിചാരം ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറിപ്പോകും. യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറിപ്പോകാതെ അതിനകത്ത് നിന്ന് ബോധപൂർണമായ തീരുമാനമെടുക്കാൻ ഈ കോർട്ടെക്സിന്റെ ട്രെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് കഴിയും. കോർട്ടെക്സിനെ പ്രാക്ടീസ് ചെയ്യിക്കുന്നതിലൂടെ കഴിയും. അത് നമുക്ക് ഏത് രീതിയിൽ പ്രതികരിക്കണം, ശുഭകരമായി പ്രതികരിക്കണോ അശുഭകരമായി പ്രതികരിക്കണോ എന്ന കാര്യം, അതിന്റെ റിസൾട്ടിനെ ഓറിയന്റ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. റിസൾട്ട് എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും കാര്യത്തിലല്ല. ഈ ഒരു സംഭവം, സന്ദർഭം നമ്മിലേക്ക് ഉണ്ടായി, അതിനോട് ഇംപ്രവൈസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ദൗത്യം. അതിന് പകരം അതിനോട് ഇംപ്രവൈസ് ചെയ്യുന്നതിന് പകരം അതിനെ കൗണ്ടർ ചെയ്യുന്ന, അതിനെ എതിർക്കുന്ന, അതിനെ വഴിതിരിക്കുന്ന, അതിന് കേടുപാടുകൾ സംഭവിക്കുന്ന, നമ്മിലേക്ക് വന്ന സന്ദേശത്തെ തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നമ്മളിൽ ഉണ്ടാകുന്നതെങ്കിൽ അത് പ്രകൃതിയുടെ നിർദ്ധരണീയ, പ്രകൃതിയുടെ ആൽഗരിതത്തെയാണ് നമ്മൾ കേടുവരുത്തുന്നത്. അപ്പോൾ അതിനു പകരം നമ്മുടെ പ്രതികരണം എന്നുള്ളത് ഏത് രീതിയിൽ വേണമെന്നുള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ ആ ബോധപൂർണമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളെ സഹായിക്കുക. കോർട്ടെക്സിന് അതിന് ശേഷിയുണ്ട്, പക്ഷെ കോർട്ടെക്സ് എപ്പോഴും അത് ചെയ്തു കൊള്ളണമെന്നില്ല. അതിലേക്കാണ് കോർട്ടെക് ആർട്ട് നമ്മളെ എത്തിക്കുന്നത്. വ്യക്തമായ അവബോധം നമുക്ക് ഉണ്ടാക്കിത്തരും. നമ്മൾ അകത്തും പുറത്തുമുള്ള അവബോധ തലങ്ങളെ ഏകീകരിച്ചുകൊണ്ട് കൃത്യമായി ഇതിന്റെ സുതാര്യാവസ്ഥയെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാവും. ഞാൻ ഇതിന്റെ പ്രായോഗിക തലം പറയാം. ഇപ്പൊ നമ്മള് ഒരു മ്യൂസിക് കീബോർഡിൽ നമ്മൾ കൈവയ്ക്കുകയാണ്. ശീലിതമല്ലാത്ത ഒരു കൈയാണ് വെക്കുന്നതെങ്കിൽ കൈ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ അപശബ്ദം ഉണ്ടാവും. പരിശീലിതനായിട്ടുള്ള ഒരാൾ അതിന്റെ മുകളിൽ കൈവയ്ക്കുകയാണെങ്കിൽ ആൾ കൃത്യമായിട്ട് കോഡിലായിരിക്കും കൈവയ്ക്കുക.
ഒരു ബാർബർ മുടിവെട്ടുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടായിരിക്കും കത്രിക ചലിക്കുകയും അത് മുടിയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നത്. അത് അറിയാത്ത ഒരു കുട്ടിയെടുത്ത് മുടി വെട്ടുന്ന സമയത്ത് അവിടെ എവിടെയും ഈ എലികരണ്ട് പോലെ ഉണ്ടോ? അപ്പോ പരിശീലനം കൊണ്ട് ഇത് ശരിയാം വിധം ഉപയോഗിക്കാൻ ആ ഉപകരണങ്ങളെ അല്ലെങ്കിൽ ആ സങ്കേതത്തെ അല്ലെങ്കിൽ ആ സാഹചര്യത്തെ ശരിയാം വിധം ഉപയോഗിക്കാനുള്ള വ്യക്തമായ അവബോധം പരിശീലനം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനെ ബുദ്ധിപരമായിട്ട് വിലയിരുത്താൻ നമുക്ക് കഴിയും. അതായത് ബോധപൂർണമായി തെരഞ്ഞെടുപ്പ് നടത്തി, ബോധപൂർവമുള്ള ഒരു പ്രതികരണം നടത്തി, ബോധപൂർവമുള്ള ഒരു ആക്ടിവിറ്റി നടത്തി കഴിയുമ്പോൾ അവിടെ ബുദ്ധിപരമായിട്ടുള്ള വിലയിരുത്തൽ നടത്താൻ കഴിയും. ആ തെരഞ്ഞെടുപ്പിനെ നമ്മൾ എങ്ങനെയാണ് ഇത് ഇങ്ങനെ വേണോ അങ്ങനെ വേണോ എന്നുള്ള കാര്യത്തിൽ ഏത് വിധത്തിൽ വേണമെന്നുള്ള തെരഞ്ഞെടുപ്പിന്റെ കൃത്യമായ രൂപീകരണം ഈ അവബോധ തലങ്ങളെ ഏകീകരിച്ചുകൊണ്ട് സമീകരിച്ചുകൊണ്ട് മാത്രമേ സാധ്യമാകൂ. ആ പണി ചെയ്യേണ്ടത് കോർട്ടക്സ് ആണ്. കോർട്ടക്സിനെ പരിശീലിപ്പിക്കുമ്പോൾ മാത്രമാണ് സാധ്യമാകും. നമുക്കറിയാം, നമ്മുടെ പരിശീലനം എന്ന് പറയുന്നത് അവബോധ തലത്തിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഈ സ്വിച്ചിങ് സ്റ്റേഷൻ ആയിട്ടുള്ള കോർട്ടക്സിൽ, അതായത് ജാഗ്രതത്തിന്റെ കൺട്രോളിംഗ് പോയിന്റ് ആയിട്ടുള്ള ബ്രെയിനിലാണെങ്കിൽ ആ ബ്രെയിനിനെ നമുക്ക് ഈ അവബോധ തലത്തിൽ നമ്മൾ ചെയ്യുന്നത് അതേ പണി ബ്രെയിനിനെ നമുക്ക് ചെയ്യിക്കാൻ കഴിയും, ശീലിപ്പിച്ചെടുക്കാൻ കഴിയും. അപ്പോ ഈ കോർട്ടക്സ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യും. അതിനെ ബോധപൂർവമായിട്ടുള്ള ഇടപെടലായിട്ട് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. പ്രതികരണത്തെ നിയന്ത്രിക്കാൻ അതിന് കഴിയും. ഏത് റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ എന്തിനെ ശ്രദ്ധിക്കണം, എന്തിലേക്ക് ഊർജം കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കാൻ അതിന് കഴിയും. നമ്മുടെ പെരുമാറ്റം ഇത് ഒരു കർത്തവ്യമായിട്ട് അല്ലെങ്കിൽ കർമ്മമായിട്ട് നമ്മൾ ഇതിനോട് പ്രതിനില കൊള്ളുന്നു. ഒരു പ്രതികരണത്തോട് പ്രതിനില കൊള്ളുന്ന സമയത്ത് നമ്മുടെ പെരുമാറ്റം ഏത് ദിശയിലായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ കഴിയും. നമ്മുടെ ആസൂത്രണം, നമ്മളിതിനെ ഈ പ്രതിപ്രവർത്തനം നടത്തുന്നതിന്റെ പ്രതികരണം നടത്തുന്നതിന്റെ രൂപീകരണം അല്ലെങ്കിൽ അതിന്റെ ആസൂത്രണം എങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കാൻ കഴിയും. അങ്ങനെ മൊത്തത്തിൽ കോർട്ടക്സിനെ ബോധപൂർവം പ്രവർത്തിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അവിടെയാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾ ആയിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാവും. ഇത് കോർട്ടക്സിന്റെ പ്രവർത്തനം കൊണ്ടാണ് മൈൻഡ്ഫുൾനെസ്സിൽ നിന്ന് മാറി നമ്മളെ മനസ്സിന്റെ മറ്റ് പല 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 പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതെങ്കിൽ ഇതേ കോർട്ടക്സിനെ തന്നെ നമ്മൾ ബോധപൂർവം ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ടൂളായിട്ട് മാറ്റാൻ നമുക്ക് കഴിയും. അതിനുള്ള പരിശീലനം നമുക്ക് കിട്ടാത്തതും മറ്റു രീതിയിൽ ചിന്തിക്കാനും മറ്റു ബുദ്ധിയെ പറഞ്ഞുവിടാനുമുള്ള പരിശീലനം നമ്മുടെ സംസ്കാരത്തിൽ നിന്നും യുക്തിയിൽ നിന്നും അക്കാഡമിയിൽ നിന്നും തൊഴിൽ സംസ്കാരത്തിൽ നിന്നും ഒക്കെ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ആ വിധമായിട്ടുള്ളത്. അതിനെ ഈ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഈ കോട്ടക്കാരോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് അയോധന കലകൾക്കെല്ലാം കഴിയും. അയോധനം നടത്തുന്നതിന്റെ അകത്ത് നമ്മൾ പൂർണ്ണമായും ഇൻവോൾവ് ചെയ്യുമ്പോൾ ശരീരത്തിനെയും മനസ്സിനെയും ഏകീകരിച്ചുകൊണ്ട് അവിടെ പ്രയോഗിക്കാൻ കഴിയുന്ന സമയത്താണ് ഇത് സംഭവിക്കുക. അവിടെയാണ് കോർട്ടക്സ് ആ രീതിയിൽ ടൈം ചെയ്യപ്പെടുക. അപ്പോ കോർട്ടക്സ് എന്നുള്ളത് നമ്മുടെ ഈ റെസ്പോൺസീവ് സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺട്രോളിംഗ് സ്റ്റേഷനാണ്. അത് സ്വയമേവയുള്ള ആ പ്രതികരണമാക്കി അതിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. കോർട്ടക്സിനെ ആ സ്വയം പ്രതികരണ ശേഷിയായിട്ട് മാറ്റേണ്ടത്. ആ സ്വയം പ്രതികരണം എന്ന് പറയുന്നത് വളരെ നീതിപൂർവം ഉള്ളതായിരിക്കണം, പരിസരത്തോട് നീതി പാലിക്കുന്നതായിരിക്കണം. അത് ബോധപൂർവം തന്നെയായിരിക്കണം പ്രതികരിക്കേണ്ടത്. അത് ഈ അവബോധ തലങ്ങളെ എല്ലാം തമ്മിൽ സമഭാഗത്തിൽ നിർത്തിക്കൊണ്ടായിരിക്കണം അത് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനെന്താ ചെയ്യേണ്ടത്? ഇതിനു മുമ്പുള്ള മറ്റ് അവബോധ തലങ്ങളെയും പുറത്തുള്ള അവബോധ തലങ്ങളെയും എല്ലാം തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ട് കാര്യങ്ങളെ, നമുക്ക് കിട്ടിയ ഇൻഫർമേഷനെ വ്യാഖ്യാനിക്കാൻ അതിന് കഴിയണം. അത് അങ്ങനെയൊക്കെ പറ്റണമെന്നുണ്ടെങ്കിൽ അവബോധ തലമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ആ ഉള്ളിലുള്ള തലങ്ങൾ, ഉപബോധം, ശിക്ഷിതാവബോധം, സഹജാവബോധം, ഇവയുടെ എല്ലാം സപ്പോർട്ട് ആവശ്യമാണ്. ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യത്തിൽ കോർട്ടക്സ് ആണ് ഈ നമ്മുടെ പ്രതികരണത്തെ രൂപപ്പെടുത്തുന്നത്. ആ കോർട്ടക്സ് പ്രതികരണത്തെ രൂപപ്പെടുത്തുന്ന സമയത്ത് അത് പല വിധത്തിൽ പല ശീലങ്ങൾ കൊണ്ട് നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. മനുഷ്യകുലത്തിലെ ജനിച്ചു വളർന്ന ഭൂരിഭാഗം പേരുടെയും പ്രശ്നം അത് തന്നെയാണ്. അതിനു പകരം അത് ശ്രദ്ധാപൂർവം ആന്തരിക അവബോധ തലങ്ങളെയും ബാഹ്യ അവബോധ തലങ്ങളെയും ഏകീകരിച്ചുകൊണ്ട് സമഭാഗത്തിൽ എത്തിച്ചുകൊണ്ട്
ഒരു സ്വയം പ്രതികരണ ശേഷി ഉണ്ടാക്കിയെടുക്കുക. അത് ബോധപൂർവമായിട്ടുള്ള ഒരു പ്രതികരണമാക്കി എടുക്കുക. തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട്, ഈ പ്രതികരണത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരിക. അങ്ങനെയുള്ള ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഡൈനാമിസം നമ്മിൽ നടപ്പിലാക്കാനാണ് കോർട്ടക്സ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് കോർട്ടക്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതേ സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള വഴികളിൽ പോകുന്നത്. അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് കോർട്ടക് അറിവ് ചെയ്യുന്നത്. ആത്മജ്ഞാനത്തിന്റെ ഭാഷയിൽ നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ആത്മത്തിന്റെ ശുഭകരമായ കൃത്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അനുചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നത്, അനുചിതമായ റെസ്പോൺസസ് നടത്തുന്നത് ഒക്കെ മാറ്റി കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മളിലേക്ക് എന്ത് വന്നു കഴിഞ്ഞാൽ ഇത് ശരിയല്ല, അത് തെറ്റാണ് എന്ന രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ആത്മജ്ഞാനത്തിന്റെ അകത്തേക്ക് നമുക്ക് കയറാനേ പറ്റില്ല. അവിടെ നമ്മൾ എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ ഇംപ്രവൈസ് ചെയ്ത് പോകുവാനുള്ള, അതിനോട് അനുകൂലപ്പെട്ട് അനുരൂപപ്പെട്ട് അനുരണനം ചെയ്യാൻ പാകത്തിലുള്ള ഒരു ശേഷി നമ്മളിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ. പക്ഷെ നമ്മുടെ ശീലങ്ങൾ പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ആ മാറ്റി നിർത്തിയതിൽ നിന്നും നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന കാര്യത്ത് ഉചിതമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് പോകുവാനുള്ള, ഇംപ്രവൈസ് ചെയ്യാനുള്ള ശേഷി ആർജിച്ചെടുക്കലാണ് കോർട്ടക് അറിവിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ കോർട്ടക്സിനെ അത് കാർവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ഇങ്ങനെയാണെന്നാണ് പറഞ്ഞു വന്നത്. ഇനി നിങ്ങളുടെ കോർട്ടക്സ് എവിടെയൊക്കെയാണ് നിങ്ങളെ നയിക്കുന്നത് എന്നുള്ള നിരീക്ഷിക്കുക. ആ നിരീക്ഷണം കൊണ്ട് നമുക്ക് ഇതിന്റെ തുടർപാഠങ്ങളിലേക്ക് പോകാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.